ചാണപ്പാറ ദേവീക്ഷേത്രത്തിന്റെ 28ാമത് പ്രതിഷ്ഠാ ദിനാഘോഷം മെയ് മാസം 3, 4, 5 തീയതികളിൽ നടത്തപ്പെടുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ക്ഷേത്രാങ്കണത്തിൽ എല്ലാ ദിവസവും ചെണ്ടമേളം അഭ്യസിക്കുന്ന 20ഓളം വാദ്യ കലാകാരന്മാരുടെയും കലാകാരികളുടെയും ചെണ്ടമേളത്തിന്റെ അരങ്ങേറ്റമാണ്. വാദ്യകുലപതി മാലൂർ അനിരുദ്ധനാശാന്റെയും പ്രവീണാശാന്റെയും ശിക്ഷണത്തിലാണ് 20ഓളം കുരുന്നുകൾ ചെണ്ടമേളം അഭ്യസിക്കുന്നത്. ചെണ്ടയിലെ തന്നെ ഒരു വ്യത്യസ്ത മേളമായ ചെമ്പമേളം കൊട്ടിയാണ് മെയ് 4-ാം തീയതി ഈ കുട്ടികൾ അരങ്ങേറ്റം കുറിക്കുന്നത്. അരങ്ങേറ്റത്തോടൊപ്പം തന്നെ ചാണപ്പാറ ദേവി വാദ്യസംഘത്തിന്റെ 10ാം വാർഷികാഘോഷവും നടത്തപ്പെടുകയാണ്. സിനിമ സീരിയൽ താരവും ഹാസ്യ കലാകാരനുമായ ശിവദാസ് മട്ടന്നൂരാണ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുക. ഉത്സവത്തോടൊപ്പം തന്നെ വാർഷികാഘോഷവും അരങ്ങേറ്റവും ഗംഭീരമാക്കാനുള്ള ഒരുക്കത്തിലാണ് വാദ്യസംഘത്തിലെ 100ഓളം വരുന്ന വാദ്യ കലാകാരന്മാർ. ചെണ്ടമേളത്തിൽ നിരവധി ബഹുമതികൾ നേടിക്കൂട്ടിയ വാദ്യസംഘമാണ് ചാണപ്പാറ ദേവി വാദ്യസംഘം. സ്കൂൾ, ഉപജില്ല, ജില്ലാ കലോത്സവങ്ങളിൽ വരെ പ്രത്യേക പരാമർശങ്ങളും നിരവധി അംഗീകാരവും ഏറ്റുവാങ്ങിയ ചുരുക്കം ചില വാദ്യസംഘങ്ങളിൽ ഒന്നാണിവർ. 2016, 2017, 18, 2022 വർഷങ്ങളിലെ സ്കൂൾ കലോത്സവങ്ങളിൽ ചെണ്ടമേളത്തിലെ ഉപജില്ലാ ജേതാക്കൾ ഇവരായിരുന്നു. 2023 ഇരിട്ടി ഉപജില്ലയിൽ ആദ്യമായി പെൺകുട്ടികളടങ്ങുന്ന ഒരു ടീമിന് 2ാം സ്ഥാനവും പ്രത്യേക പരാമർശവും നേടിയെടുക്കാൻ ഇവർക്ക് സാധിച്ചു. 5 വയസ്സ് മുതൽ 60 വയസ്സുവരെയുള്ള വാദ്യ കലാകാരന്മാർ ഈ വാദ്യസംഘത്തിലുണ്ട്. ഇവരിൽ 5ാം ബാച്ചിലെ കുട്ടികളുടെ അരങ്ങേറ്റമാണ് മെയ് 4-ാം തീയതി നടക്കുന്നത്. പുളി, പേര, കാപ്പി മുതലായവയാണ് സാധക കോലായി ഉപയോഗിക്കുന്നത്. കല്ലിലും മരക്കുട്ടയിലും കൊട്ടിയാണ് കുട്ടികൾ തക്കിടയും ഗണപതി കൈയും സാധകം ചെയ്യാറ്. മാലൂർ അനിരുദ്ധനാശാന്റെയും പ്രവീണാശാന്റെയും ശിക്ഷണത്തിലാണ് ഇവർ ചെണ്ട അഭ്യസിക്കുന്നതെങ്കിലും വാദ്യസംഘത്തിലെ തന്നെ യുവാക്കളായ അശ്വിൻ KS, വിജയ്ദാസ്, വിഷ്ണുദാസ്, അശ്വന്ത്, അക്ഷയ് രാജ് എന്നിവരാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത്. മെയ് 4-ന് തുകൽവാദ്യത്തിൽ കൊട്ടി വാദ്യ കലാകാരന്മാരാകാനുള്ള ആവേശത്തിലാണ് ഈ 20ഓളം വരുന്ന കുരുന്നുകൾ.